അതിശക്തമായ മഴയിൽ മഹാരാഷ്ട്രയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കാലാവസ്ഥാ കെടുതിയും വെള്ളക്കെട്ടും തുടരുകയാണ്. കോലാപൂരിൽ റെഡ് അലർട്ടും മുംബൈയിൽ യെല്ലോ അലർട്ടും പുനെയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് നിർത്തിവെച്ച ജലവിതരണം പുനരാരംഭിച്ചത് ജനങ്ങൾക്ക് വലിയ തരത്തിൽ ആശ്വാസമായി. ഒരു നൂറ്റാണ്ടിന് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും കനത്ത മഴയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് മുംബൈ നഗരം. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കും തിരക്കു പിടിച്ച നഗരത്തെ സാരമായി ബാധിച്ചു. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുംബൈയിൽ കനത്ത മഴ പെയ്യാൻ തുടങ്ങിയത്. മഹാരാഷ്ട്രയിലെ നിരവധി ജില്ലകളെ മഴ സാരമായി ബാധിച്ചു. രാത്രി വൈകിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നഗരത്തിൽ അസാധാരണ മഴ രേഖപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട്. അതീവ ജാഗ്രത പാലിക്കാനും നാശനഷ്ടങ്ങൾ ഉടനടി വിലയിരുത്താനും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇന്നലെ ശക്തമായ കാറ്റിൽ മരം വീണ് 26 വയസ്സുകാരൻ മരിച്ചതോടെ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 6 ആയി. ഫാൽട്ടൺ, മുംബൈ പോലുള്ള നിർണായക മേഖലകളിൽ NDRFനെയും വിന്യസിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.